മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നിങ്ങളോട് എൻ്റെ ചിന്തകളും തോന്നലുകളും നിരന്തരം കാണുന്ന കാര്യങ്ങളും നമ്മുടെ പൈതൃകവുമായി ബന്ധപ്പെട്ട പല വിവരണങ്ങളും നൽകാൻ എനിക്ക് സാധിച്ചില്ല. അതിന് കാരണം കുറച്ച് ദിവസത്തേക്ക് മദ്രാസിലേക്ക്, ചെന്നൈയിലേക്ക് ഒരു യാത്രയായിരുന്നു. പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ലെങ്കിലും കുറേ ദിവസങ്ങളായി നിരന്തരം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻറ്റിഫിക് ഹെറിറ്റേജിൻ്റെ പ്രവർത്തന മണ്ഡലങ്ങളിൽ മുഴുകിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു 3-4 ദിവസം മാറി നിൽക്കണമെന്ന് തോന്നിയതുകൊണ്ട് മാത്രമാണ് ഇങ്ങനൊരു യാത്ര. ആ യാത്രയിൽ എനിക്ക് കാണാൻ സാധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത നിറഞ്ഞ ഒരു കാര്യം എന്ന് എൻ്റെ ഉള്ളിൽ തോന്നിയത്, ഭാരതം എങ്ങനെയാണോ മാറിക്കൊണ്ടിരിക്കുന്നത്, ഭാരതം എങ്ങനെയാണോ വികസിച്ചുകൊണ്ടിരിക്കുന്നത്, ഭാരതം എങ്ങനെയാണോ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്, അത് കേരളത്തിൽ വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നു. ഞങ്ങൾ കേരളത്തിൻ്റെ തെക്കേയറ്റം മുതൽക്ക് വടക്കേയറ്റം വരെ നിരന്തരം പ്രഭാഷണങ്ങൾക്കായിട്ട് യാത്ര ചെയ്യുമ്പോൾ മലബാറിലെ ഏറ്റവും ഉള്ളിലുള്ള ഗ്രാമം മുതൽക്ക് നല്ല സിറ്റിയുടെ സെന്റർ വരെ റോഡുകളായാലും വീടുകളായാലും കടകളായാലും നമുക്ക് പ്രത്യക്ഷമായിട്ട് അക്ഷരാർത്ഥത്തിൽ വികസിച്ചതിൻ്റെ പ്രതിഫലനം കാണാൻ സാധിക്കും. ജനങ്ങളിലും അതേപോലെയുള്ള മാറ്റം കാണാൻ സാധിക്കും. ഇന്ന് വളരെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ ഈ കുടിലുകളുള്ളൂ. പണ്ട് സ്ലം ഏരിയ, ചേരി പ്രദേശം, കുടിലുകൾ എന്ന് പറയുന്നത് നിരന്തരം എല്ലാ മുക്കിലും മൂലയിലും ഉണ്ടായിരുന്നു. കേരളത്തിൽ ഇതിനേക്കാൾ ഒരു 100 ഇരട്ടിയായിരുന്നു ചെന്നൈയിൽ, മദ്രാസിൽ. ഒരു വശത്ത് കൂറ്റൻ കെട്ടിടങ്ങളും മറുവശത്ത് ചേരി പ്രദേശങ്ങളും വൃത്തിഹീനങ്ങളായ, വൃത്തികേടുകൾ നിറഞ്ഞ റോഡ് സൈഡുകളും എല്ലാമാണ് കാണാൻ സാധിക്കുക. ഇന്ന് 8 വരി പാതയും 10 വരി പാതയും ട്രെയിനുകളും മെട്രോയും ഏതാണ്ട് 10-20 മണിക്കൂർ ഒരിക്കലും ഇടമുറിയാതെ വെള്ളത്തിൻ്റെ പ്രവാഹവും ഇലക്ട്രിസിറ്റിയും, പിന്നെ സാമാന്യം ജീവിക്കാൻ സമ്പാദിക്കാവുന്ന ജനങ്ങളും എല്ലാം ചെന്നൈ നഗരത്തെ പണ്ടൊരു നരകമാക്കിയിരുന്നത് ഇന്ന് നഗരത്തിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നു. വളരെ വലിയൊരു മാറ്റം അവിടെ കാണാൻ സാധിക്കും. എല്ലായിടത്തും മാറ്റങ്ങൾ മാത്രമാണ്. ആ മാറ്റങ്ങളിൽ എല്ലാവർക്കും ദുഃഖത്തോടുകൂടി പറയാനുള്ളത് DMK വന്നാലും AIADMK വന്നാലും അഴിമതിയുടെ കഥകൾ മാത്രമാണ്. അഴിമതിയുടെ കഥയുടെ കൂത്തരങ്ങാണ് തമിഴ്നാട് എന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ല. അമ്മ വെള്ളം, അമ്മ സിമന്റ്, അമ്മ ഇഡ്ഡലി, അമ്മ ഭക്ഷണം, ഇതെല്ലാം കൊടുക്കുമ്പോഴും വളരെ ക്ലീൻ ആൻഡ് നീറ്റായിട്ട് സ്ത്രീകൾ തന്നെ ഭക്ഷണം പാകം ചെയ്ത്, സ്ത്രീകൾ തന്നെ സെർവ് ചെയ്ത്, സ്ത്രീകൾ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഈ ജയലളിതയുമായി ബന്ധപ്പെട്ട അനവധി സംവിധാനങ്ങൾ അവിടെയുണ്ട്. പക്ഷെ ഭൂരിഭാഗം ജനതയ്ക്കും അറിയാം, 2 രൂപയ്ക്ക് ഇഡലിയോ അല്ലെങ്കിൽ 5 രൂപയ്ക്ക് ഉച്ചഭക്ഷണമോ കൊടുക്കുമ്പോൾ 20 കിലോ അരി കംപ്ലീറ്റ് ആയിട്ട് ഫ്രീ ആയിട്ട് കൊടുക്കുമ്പോൾ, 100% ഫ്രീ ആയിട്ട് നല്ല ക്വാളിറ്റി അരി കൊടുക്കുമ്പോൾ, ടിവിയിൽ കണ്ട മാതിരി ഇഫ് യു ഗീവ് ഫ്രീ വാട്ടർ ദേ വിൽ ഫ്രീലി വേസ്റ്റ് ഇറ്റ്. ഫ്രീ ആയിട്ട് വെള്ളം കൊടുക്കുമ്പോൾ ഫ്രീ ആയിട്ട് വേസ്റ്റ് ചെയ്യും.
അതേപോലെ ആ ഫ്രീ ആയിട്ട് അരിയും ബാക്കിയെല്ലാം കൊടുക്കുമ്പോൾ അത് മുഴുവനും മറച്ച് വിറ്റും തിരിച്ച് വിറ്റും ഹോട്ടലുകാർക്ക് വിറ്റും തെറ്റ് ചെയ്യാനും അതുപോലെ തന്നെ മറ്റ് രീതിയിൽ ഫ്രീ ആയിട്ട് സൗജന്യമായിട്ട് ലഭിക്കുന്നത് ദുരുപയോഗം ചെയ്യാനും എല്ലാമുള്ള ആ സംവിധാനത്തിന്റെ പുറകില് AIADMK യുടെ പ്രവർത്തകരും അതിന്റെ മുകളിലുള്ളവരും എല്ലാം വാങ്ങിക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ ചോദിച്ചു വാങ്ങിക്കുന്ന കൈക്കൂലിയാണെന്ന് എല്ലാവർക്കും അറിയാം. അതൊരു പാട്ടാണ്. പണ്ടൊക്കെ ജയലളിതയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ തമിഴ്നാട് കൂലി തരിക്കുമായിരുന്നു, അല്ലെങ്കിൽ തരിപ്പിക്കുമായിരുന്നു, വിറപ്പിക്കുമായിരുന്നു. ഇപ്പൊ വളരെ സാധാരണക്കാർക്കും അറിയാം ഇതെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് കൈക്കൂലി എന്ന പൈസ കൊണ്ട് മാത്രമാണ് എന്ന്. ഇവിടെ കേരളത്തിൽ UDFും LDFും അങ്ങനെ രണ്ടെണ്ണേ ഉള്ളൂ, മാറ്റാൻ സാധിക്കില്ല. അങ്ങനെയാണ് തമിഴ്നാട്ടില്, രണ്ടും ഈക്വലി കൈക്കൂലിക്കാരാണ്. അങ്ങനെയുള്ള ഒരു ഭരണ സംവിധാനത്തില് ഒരു നാട് എത്ര വികസിക്കുന്നുവോ അത്രയും അല്ലെങ്കിൽ അതിൽ കൂടുതലും വികസിക്കുന്ന ഒരു കാഴ്ചയും കൂടി ഉണ്ട് എന്ന് പറയാനാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. പ്രൈവറ്റ് സംരംഭകര് അത് എത്ര വലിയ കമ്പനി ആയാലും മന്ത്രിമാര് ഇരുന്ന് ചോദിച്ച് കൈക്കൂലി വാങ്ങിക്കുന്ന ഒരു അവസ്ഥയും കൂടിയുണ്ട് അത്ര അവിടെ. ഇത് ഇന്ത്യൻ കമ്പനി ആയാലും ഫോറിൻ കമ്പനി ആയാലും ഇരുന്ന് ചോദിച്ച് വാങ്ങിക്കുന്ന അവസ്ഥ. ആ പൈസയെക്കുറിച്ചെല്ലാം കൂടുതൽ പറയുന്നതിന് പകരം കോടതി വിധിയും കോടതി നൽകിയിരിക്കുന്ന ഇഞ്ചക്ഷനും എല്ലാം നോക്കിയാൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. അതിനെ ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റാത്ത അത്രയും കറപ്ഷൻ അവിടെ നിറഞ്ഞിരിക്കുകയാണ്. എങ്കിലും ഈ ഭൗതികമായിട്ട് വീടുകള്, ഫ്ലാറ്റുകള്, റോഡുകള്, ഇൻഡസ്ട്രികള്, അവയ്ക്ക് ആവശ്യമായിട്ടുള്ള വൈദ്യുതി, ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ജലം, അതുപോലെയുള്ള മെറ്റീരിയലുകള്, ഭക്ഷണ പദാർത്ഥങ്ങള്, ചെറുകിട വ്യവസായങ്ങള്, വൻകിട വ്യവസായങ്ങള്, ചെറുകിട കച്ചവട സ്ഥാപനങ്ങള്, വൻകിട കച്ചവട സ്ഥാപനങ്ങള് എല്ലാം ചെന്നൈയിലെ മുഖം ശരിക്കു പറഞ്ഞാല് വളരെയധികം ഉജ്ജ്വലമാക്കുന്നു. ഇന്ന് ദാരിദ്ര്യം എന്ന് പറയുന്നത് ക്ഷണിച്ചു വരുത്തുന്ന ഒരു പ്രതിഭാസമായി മാറിയിരിക്കുന്നു. ഒരു പണിയും എടുക്കാൻ താല്പര്യമില്ലാത്തവന്, എന്തെങ്കിലും ഒരു ജോലി എടുക്കാൻ താല്പര്യമുള്ളവനുണ്ടെങ്കിൽ തമിഴ്നാടില്, ചെന്നൈയിലല്ല തമിഴ്നാടില് മൊത്തത്തിൽ പറയാം, അതേതാണ്ട് ഭാരതത്തിലെ എല്ലാ സംസ്ഥാനങ്ങളിലെയും അവസ്ഥ അത് തന്നെയാണ്. എന്തെങ്കിലും ജോലിയെടുക്കാൻ സൗകര്യമുള്ളവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അവർക്ക് ഇന്ന് ചെന്നൈ നഗരം അല്ലെങ്കിൽ തമിഴ്നാട് ജോലിയെടുത്ത് പൈസ ഉണ്ടാക്കാനുള്ള ഒരു സ്വർഗമാണ്. ഒരു തെങ്ങേ ഉള്ളെങ്കിൽ അത് കയറാൻ 100 രൂപയാണ്. ചിലത് 125 രൂപ മേടിക്കും ഒരു തെങ്ങിൽ കയറാൻ. ഇതിനൊന്നിനും ആളില്ല. ഇലക്ട്രിക്കൽ ഫിറ്റിംഗ് നടത്താനോ പ്ലംബിങ്ങിനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ആളില്ല. പണ്ട് തമിഴര് കേരളത്തിൽ വന്നിട്ട് ജോലി ചെയ്തിരുന്നു. ഇന്ന് മലയാളികൾ അവിടെ ചെന്ന് ജോലി ചെയ്യുന്നു എന്ന് സംശയിക്കുമാറ് വളരെ അധികം അത് വികസിച്ചിട്ടുണ്ട്. അസാധാരണമാം വിധത്തിൽ ഞാൻ എല്ലാത്തിൻ്റെയും അവസാനം പറയാറുള്ളത് പോലെ കൺവേർഷൻ നടക്കുന്നുണ്ട്. അത് എല്ലാവിധത്തിലും. പക്ഷേ കൺവേർട്ട് ചെയ്യപ്പെട്ട ഹിന്ദുക്കൾക്ക് അവർ ക്രിസ്ത്യാനികളായി മാറുമ്പോൾ നിയോ ക്രിസ്ത്യൻസിന് ഉണ്ടാകുന്ന ആ ക്രിസ്തുമതത്തോടുള്ള അട്രാക്ഷനും അറ്റാച്ച്മെന്റും, അല്ലെങ്കിൽ അവിടുത്തെ സാധാരണ ക്രിസ്ത്യാനികൾക്ക് തോന്നുന്ന ക്രിസ്തുമതത്തോടുള്ള അറ്റാച്ച്മെന്റും, അതെല്ലാം വളരെ ഡൈല്യൂട്ടായിരിക്കുന്നു. അവർക്കങ്ങനെ മതത്തോടൊന്നും വലിയ താല്പര്യമില്ലാത്തൊരവസ്ഥ. നെഞ്ചത്തടിച്ചുള്ള പ്രാർത്ഥന, സുവിശേഷം, അതെല്ലാം ഭക്ഷണം കഴിക്കാനും അല്ലെങ്കിൽ നിർബന്ധം കൊണ്ട് അറ്റൻഡ് ചെയ്യാനും പോകുന്നതല്ലാതെ ഒരു വലിയ മതഭ്രാന്തൊന്നും അവിടെ ഇല്ല. അതേസമയത്ത് മറ്റൊന്ന് കാണാൻ സാധിച്ചത്, ചെറിയ ചെറിയ ക്ഷേത്രങ്ങൾ, ആയിരക്കണക്കിന് ക്ഷേത്രങ്ങൾ,
പുനരുജ്ജീവിക്കപ്പെടുന്നു, പുനരുദ്ധരിക്കപ്പെടുന്നു. അതിൽ ഇവിടത്തെ മാർക്സിസ്റ്റ് പാർട്ടിക്കാർ എങ്ങനെയാണോ ഭക്തന്മാരായി ക്ഷേത്രകാര്യങ്ങളിൽ പങ്കെടുക്കുന്നത്, അതേപോലെ DMKയുടെ പ്രവർത്തകര് ധാരാളമായിട്ട് അമ്പലകാര്യങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. AIADMK പണ്ട് മുതൽക്ക് തന്നെ ഭയങ്കര ഈശ്വരവിശ്വാസികളായിരുന്നു. ഭയങ്കരം എന്ന പദപ്രയോഗം തെറ്റാണെന്ന് അറിയാമെങ്കിലും ഭയങ്കര ഈശ്വരവിശ്വാസികളാണ് AIADMKക്കാര്. DMKക്കാര് ഭയങ്കരമായിട്ട് എതിർത്തിരുന്നവരാണ്. അവര് അസാധാരണമായി മാറി. എല്ലാവരും ഈശ്വരവിശ്വാസികളായി മാറിയ ഒരു കാഴ്ച അവിടെ കാണാൻ സാധിക്കും. അമ്പലം വളർത്തുക, അമ്പലത്തിലേക്ക് പോവാം, അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം ധാരാളം താല്പര്യം വരുന്നൊരു കാഴ്ച നിരന്തരം കാണാൻ സാധിക്കുന്ന ഒരു വലിയ മാറ്റമാണ് തമിഴ്നാട്ടിൽ ദർശിക്കാൻ സാധിച്ചത്. നമ്മുടെ കേരളത്തിലും അത് എങ്ങനെയാണോ പ്രകടമാവുന്നത് അതേപോലെ തന്നെ അതിന് പാരലായിട്ട് അവിടെ നിന്ന് എന്തായാലും കേരളത്തിൽ ഒന്നോ രണ്ടോ വ്യക്തികളിൽ ആരോപിക്കപ്പെടുന്ന അഴിമതിയും അല്ലെങ്കിൽ കൈക്കൂലിയും ഉണ്ടെങ്കിലും തമിഴ്നാട്ടില് അത് എല്ലാ തരത്തിലുമുള്ള അഴിമതികളാണ് കാണാൻ സാധിക്കുന്നതെന്ന് കൂടി അറിയിക്കുമ്പോൾ നമ്മുടെ നാട്ടിലുണ്ടാവുന്ന മാറ്റം ഏകദേശം എൻ്റെ തോന്നലിലൂടെ ഒന്ന് വിലയിരുത്താൻ ഞാൻ ശ്രമിക്കാറുണ്ട്. അത് നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കാറുണ്ട്. പ്രണാമം, നമസ്കാരം.